നടി പാർവതി തിരുവോത്ത് ആദ്യമായി പോലീസ് വേഷത്തിലെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളം കൂത്താട്ടുകുളത്ത് ആരംഭിച്ചു. അർജുൻ സെൽവ നിർമ്മിച്ച് ഷഹദ് സംവിധാനം ചെയ്യുന്ന പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരൻ എന്ന ചിത്രത്തിലാണ് പാർവതി മുഴുനീള പോലീസ് വേഷത്തിൽ അഭിനയിക്കുന്നത്. പ്രകാശൻ പറക്കട്ടെ, അനുരാഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷമുള്ള ഷഹദിന്റെ സംവിധാന സംരംഭമാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. 11 ഐക്കൺസിന്റെ ബാനറിൽ അർജുൻ സെൽവയാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. കൂത്താട്ടുകുളത്താണ് ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകളും ആദ്യ ഷൂട്ടിംഗും നടന്നത്. സിനിമ അഭിനയ ജീവിതത്തിൽ 20 വർഷം പിന്നിട്ട പാർവതി ആദ്യമായി മുഴുനീള പോലീസ് വേഷം ചെയ്യുന്നതിന്റെ ആവേശത്തിലാണ്. ഐ എം വെരി എക്സൈറ്റഡ്. കാര്യം 20 ഇയേഴ്സിൽ ആദ്യമായിട്ടാണ് മുഴുനീളനായിട്ടൊരു പോലീസ് വേഷത്തിലും പോലീസ് യൂണിഫോമിലുള്ള വേഷത്തിൽ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് തെലുഗു സിനിമയിൽ ഞാൻ DGP ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ദാറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതൊരു ഹൊറർ ത്രില്ലർ ജോണർ ആയിരുന്നു. പക്ഷേ ഇതിൽ പോലീസ് സ്റ്റേഷനിലായിട്ടും ഒരു ഹൂഡനിറ്റ് എന്നിട്ടുള്ളൊരു ജോണറിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. നമ്മളിങ്ങനെ ഈ സീറ്റിൻ്റെ എഡ്ജിലിരുത്തി കാണുന്ന അതുപോലെയാണ് നല്ലോണം തുന്നിയെടുത്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹൗ ഓഡിയൻസ് വിൽ ഫൈൻഡ് ഇറ്റ്. പാർവതി തിരുവോത്ത് ഡയറക്ടർ ഷഹദിന് സ്ക്രിപ്റ്റ് കൈമാറി. പാർവതിയും സിദ്ധാർത്ഥ് ഭരതനും ചേർന്ന് ആദ്യ ക്ലാപ്പ് നൽകി. ചിത്രത്തിലെ അഭിനേതാവായ സൽമാൻ കുറ്റിക്കോടും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മനോജ് കുമാറും ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ത്രില്ലർ സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് PS സുബ്രഹ്മണ്യവും വിജേഷ് തോട്ടിങ്ങലും ചേർന്നാണ്. റോബി രാജ് ക്യാമറയും ചമൻ ചാക്കോ എഡിറ്റിംഗും നിർവഹിക്കുന്നു. മുജീബ് മജീദാണ് സംഗീത സംവിധാനം. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് ശേഷം പാർവതി തിരുവോത്തും കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയ്ക്ക് ശേഷം വിജയരാഘവനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണിത്. കോട്ടയം, കോന്നി, എറണാകുളം എന്നിവിടങ്ങളിലായി 60 ദിവസത്തോളം ഷൂട്ടിംഗ് നടക്കും. കൈരളി ന്യൂസ്, കൊച്ചി.